വയനാട് മേഖലയിൽ അതിശക്തമായ മഴയാണ് പറയുന്നത്. റെഡ് അലേർട്ടാണ് ആ മേഖലകളിൽ. ഒരുപാട് ഏക്കർ കണക്കിന് കൃഷിനാശവും ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവിടെ നിലവിലെ സ്ഥിതി, കമൽ? മോത്തി, ഗുഡ് മോർണിംഗ്. റെഡ് അലർട്ട് ആണെങ്കിൽ കൂടി മഴ ഇടവേളകളിലാണ് പെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തുടർച്ചയായി ശക്തമായ മഴയില്ല. ഇപ്പോൾ മഴ വിട്ടു നിൽക്കുന്നു. പക്ഷേ ഓരോ ഇടവേളകളിൽ ഇടയ്ക്ക് കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട്. മഴക്കെടുതികൾ രൂക്ഷമായി തുടരുകയാണ്. 19 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 710 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മോത്തി പറഞ്ഞതുപോലെ കൃഷി വ്യാപകമായി നശിച്ചിട്ടുണ്ട്. വാഴകൾ വീണിട്ടുണ്ട്. പുഞ്ചകൃഷി ഈ മെയ് അവസാനം ജൂൺ ആദ്യവാരത്തോടെ കൊയ്ത്ത് തീരേണ്ടതാണ്. അപ്പോഴേക്കേ കാലവർഷം എത്തുമെന്നാണ് കർഷകർ വിചാരിക്കുന്നത്. പക്ഷേ കാലവർഷം നേരത്തെ എത്തിയതുകൊണ്ട് പുഞ്ചകൃഷി കൊയ്തെടുക്കാനാകാതെ കർഷകർ എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ പലയിടത്തും വീടുകളൊക്കെ തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. പലയിടത്തും ആശങ്കയിലാണ് ആളുകൾ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഓടമ്പംപോയിലെ സോമൻ എന്ന ആളുടെ വീട്ടിലാണ്. ഇവിടെ ഈ അടുക്കളയുടെ ഭാഗം ഒരു മുളങ്കാലിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്. ഈ ഇത്രയും അപകടാവസ്ഥയിലാണുള്ളത്. ഇങ്ങോട്ട് അടുക്കളയാണ്. ഇവിടെ ഈ ഒരു തൂണിലാണ് ഈ വീടിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. സോമേട്ടനും ഭാര്യയും നമ്മളോടൊപ്പമുണ്ട്. കുറച്ചു കാലമായി ലൈഫ് പദ്ധതിയിലൊക്കെ വീടിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലത്ത് ഇതിങ്ങനെ എങ്ങനെയാണ് ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് കഴിയുന്നൊരു സാഹചര്യം? ഒന്നും പറയണ്ട. പിന്നെ മഴ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദൂരത്തേടെയും പോരാ, വാവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോരാ. ഇത് 5-8 കൊല്ലമായി വീട് കിട്ടും പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന്റെ ചുറ്റും വെള്ളവും കയറും, ശക്തം വെള്ളം കയറും, മൊത്തം അകത്ത് കയറി അളുമാറി കയറി കളി ഇവിടെയൊക്കെ കയറും കട്ടിലിന്റെ മുകളിൽ. അപ്പൊ അങ്ങനെ ഈ വെള്ളമൊക്കെ നിന്നിട്ടാണ് ഇത്രയും അപകടാവസ്ഥ? അതെ, വെള്ളം നിന്നിട്ട് തന്നെ അപകടാവസ്ഥയിലായത്. അപ്പൊ ഈ ലൈഫില് പിന്നെ ഉണ്ട് എന്നാണോ പറഞ്ഞത്? ലൈഫിലുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിപ്പോ എത്ര സെന്റ് സ്ഥലമുണ്ട്? 8 സെന്റ് സ്ഥലം. അത് മോന്റെ പേരിലേക്ക് ആക്കി കൊടുത്ത് ഞാൻ ലോൺ എടുക്കാൻ വിചാരിച്ചിട്ട്, അപ്പൊ ലോണും കിട്ടിയില്ല. ഇത് ഞങ്ങൾ ഈ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞെടുക്കായിരുന്നു. പിന്നെ ചെറിയ കുട്ടികളെ വെച്ച് കിടക്കേണ്ട വെച്ചിട്ടാണ് ഓട് ഇറക്കിയിട്ട് ഞങ്ങൾ ഓട് സഹായിച്ചു തന്നത് ആൾക്കാർ. അങ്ങനെ വെച്ചതാണ്, ഓട് കയറ്റിയതാണ്. മോത്തി, ഇത്തരത്തിൽ പല ആളുകൾക്കും ആശങ്കയാണ് മഴ തുടങ്ങുമ്പോൾ. ഈ സ്ഥലത്തൊക്കെ വെള്ളം കയറും. കുറച്ചുകൂടി മഴ ശക്തമായാൽ അപകടാവസ്ഥയിലുള്ള വീടും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നിരവധിയാണ്. ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ ആശങ്കയാണ്.